ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ വിദേശകാര്യ ഉപദേഷ്ടാവ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇത് നല്ല കരാറല്ലെന്നും ഓഫിർ ഫാൽക്ക് പറഞ്ഞു. US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേൽ മന്ത്രിസഭയിലെ യോവ് ഗാലന്റുമായും ബെന്നി ഗാൻസുമായും ഫോണിൽ സംസാരിച്ചു. ഹമാസും വെടിനിർത്തലിന് സന്നദ്ധത പ്രകടിപ്പിച്ചു. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് BK സുഹൈലാണ് വിവരങ്ങൾ നൽകാൻ ചേർന്നത്. സുഹൈൽ, ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ഒരുപാട് അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇസ്രായേലിൽ തന്നെ വലിയ പ്രതിഷേധങ്ങളുണ്ട്. എന്തൊക്കെയാണ് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? പരിശ കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശങ്ങൾ ഇപ്പോൾ ഇസ്രായേലും അംഗീകരിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിൻ്റെ വിദേശകാര്യ ഉപദേഷ്ടാവ് തന്നെ ഇത്തരമൊരു കാര്യം, അതായത് ഈ കരാറിന് ഇസ്രായേൽ സന്നദ്ധമാണ് എന്ന് അറിയിക്കുമ്പോൾ തീർച്ചയായും ഇസ്രായേലിന് മുമ്പിൽ ഈ ഒരു കരാർ അംഗീകരിക്കുകയല്ലാതെ മറ്റു വഴിയില്ല എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഹമാസും ഇക്കാര്യം അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ കരാറിന് അനുകൂലമായി പ്രതികരിക്കുന്നു എന്നുള്ളിടത്താണ് ഈ യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നൊരു പ്രതീതി ഉണ്ടാകുന്നത്. തീർച്ചയായും ഈ കരാറിൽ 3 ഘട്ടങ്ങളാണ് പറയുന്നത്. ആദ്യ ഘട്ടത്തിൽ ഇസ്രായേൽ സേന എവിടെയാണോ ഗസയിൽ അവർ തമ്പടിച്ചിട്ടുള്ളത്, പ്രത്യേകിച്ചും ജനവാസ കേന്ദ്രങ്ങൾ, അവിടെ നിന്ന് പിൻവാങ്ങും എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ ഇസ്രായേലിൽ നിന്നും ഹമാസ് പിടിച്ചെടുത്തുള്ള ബന്ദികളിൽ നിന്നും പ്രായമായവരെയും അതേപോലെ തന്നെ അസുഖങ്ങൾ ഉള്ള ആളുകളെയും സ്ത്രീകളെയും പൂർണ്ണമായും വിട്ടയക്കും എന്നുള്ളതാണ് ഈ ഒരു കരാറിൻ്റെ ഭാഗമായിട്ടുള്ളത്. രണ്ടാം ഘട്ടത്തിൽ ഇസ്രായേൽ സേന പൂർണ്ണമായും ഗസയിൽ നിന്ന് പിൻവാങ്ങും. ആ ഘട്ടത്തിൽ എല്ലാ ബന്ദികളെയും ഹമാസ് വിട്ടയക്കണമെന്നുള്ളതാണ്. മൂന്നാമത്തെ ഘട്ടത്തിൽ ഗസയുടെ പൂർണ്ണമായിട്ടുള്ള ഒരു പുനർനിർമ്മാണം, അതാണ് ലക്ഷ്യം വെക്കുന്നത്. ആ ഘട്ടത്തിൽ സമ്പൂർണ്ണമായും ഒരു എന്താണോ ഒക്ടോബർ 7 മുമ്പുണ്ടായിരുന്നത് ആ ഒരു തലത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പറയുന്നത്. ഏതായിരുന്നാലും ഈ ഒരു വെടിനിർത്തലിലേക്ക് ഇസ്രായേൽ പോകുമ്പോൾ അതിന് വലിയ തിരിച്ചടികൾ നെതന്യാഹുവിന് നേരിടുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം യുദ്ധലക്ഷ്യങ്ങളൊന്നും നേടാതെയാണ് ഈ ഒരു കരാറിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ളിൽ നെതന്യാഹുവിനെതിരെ സ്വന്തം മന്ത്രിസഭയിൽ നിന്ന് വലിയ വിമർശനങ്ങൾ വരുന്നു. പ്രത്യേകിച്ചും തീവ്ര ജൂതപക്ഷമായി അറിയപ്പെടുന്ന ഇറ്റാമർ ബെൻഗിറിനെ പോലെയുള്ള, സ്മോട്രിച്ചിനെ പോലെയുള്ള തീവ്ര ജൂത പാർട്ടികൾ, ആ പാർട്ടികളുടെ മന്ത്രിമാർ ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകരുത് എന്ന് പറയുകയും ഈ കരാറിലേക്ക് പോവുകയാണെങ്കിൽ മന്ത്രിസഭയിൽ നിന്നും ഞങ്ങൾ പിൻവലിക്കും, ഞങ്ങളുടെ പിന്തുണ പിൻവലിക്കും എന്നുള്ള നിലപാടുമായി മുന്നോട്ട് വരികയാണ്. അതോടൊപ്പം കൂടുതൽ ആളുകൾ, അതായത് ബെന്നി ഗാൻസിനെ പോലെയുള്ള, യോവ് ഗാലനെ പോലെ യുദ്ധ ക്യാബിനറ്റിലെ പ്രധാനപ്പെട്ട നേതാക്കൾ ഈ ഒരു കരാറുമായി മുന്നോട്ട് പോകണം എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഗസ യുദ്ധം അവസാനിക്കുന്നതിലേക്ക് പോകുന്ന ചില സൂചനകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.